ഹലോ നമസ്കാരം, വെൽക്കം ടു Reshmahappyland. എല്ലാവരും സുഖമായും സേഫായി ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഷേക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഷമാം വെച്ചിട്ടാണ് ഈ ഷേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഷേക്കാണിത്. എല്ലാവരും വീഡിയോ കണ്ടുവെക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഷമാം തന്നെയാണ്. ഞാനൊരു ഷമാമിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഞാനിവിടെ ഒരു ഗ്ലാസ് ഷേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളേ. ഇത് ഞാൻ ഒരു ഗ്ലാസ് പാല് കട്ടയാക്കിയതാണ്. ഇനി വേണ്ടത് നട്ട്സ് ആണ്. ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട്, പിസ്ത എടുക്കുന്നുണ്ട്, കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ വാൾനട്ട് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നട്ട്സ് കിട്ടുമോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു 4 ഈത്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാമേ. ആദ്യം തന്നെ ഞാൻ ഈ നട്ട്സ് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഷേക്കിൽ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്താലും മതി കേട്ടോ. എനിക്കതത്ര താല്പര്യമില്ല. ഞാനിങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റാം. ഇനി ഒരു ജാറിലേക്ക് നമുക്ക് ഷമാം ചേർത്ത് കൊടുക്കാം. ഇനി ഐസാക്കി വെച്ചേക്കുന്ന ആ പാല് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ആ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈത്തപ്പഴത്തിന് നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആ നട്ട്സ് പൊടി തന്നെ കുറച്ചൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.